കൺഗ്രാറ്റ്സ് ഹരി. ഓ താങ്ക് യു ഭദ്ര. ഇത് എൻ്റെ കൊളീഗ സാന്ദ്ര. ഹായ് സാന്ദ്ര, താൻ ഭയങ്കര ട്രഡീഷണൽ ആണല്ലേ. ബൈ ദ വേ, എത്ര വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴാ വിവാഹാലോചന വന്നതും വിവാഹം നടന്നതും. ഓ, അപ്പോ വെറും ഡിഗ്രി ആണോ ക്വാളിഫിക്കേഷൻ? ലുക്കുമില്ല, ഒരു മോഡേണും അല്ല, ഡിഗ്രി ക്വാളിഫിക്കേഷൻ. സത്യം പറയാലോ ഹരി, തന്റെ ചോയ്സ് ഭയങ്കര മോശമായിപ്പോയി. ഈ കുട്ടി തനിക്ക് ഒട്ടും മാച്ചല്ല. ജസ്റ്റ് ഇനഫ് സാന്ദ്ര. നീ ആരോടാ ആരെക്കുറിച്ചാ പറയുന്നെന്നുള്ള നല്ല ബോധ്യം നിനക്ക് വേണം. ഇവളിവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ഷീസ് മൈ വൈഫ്. ഞാൻ പൂർണ്ണ സമ്മതത്തോടെ എല്ലാവരും കാണുകെ താലി കെട്ടിയതാ ഇവളെ. ഇവളെക്കുറിച്ചൊരക്ഷരം നീ മിണ്ടിപ്പോയ ഇവിടെ നടക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും. പിന്നെ ഇത് ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്ത എൻ്റെ ഓഫീസിലെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത പാർട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാത്തത്. കാരണം അതുമൂലം ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ മേലാൽ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് എന്നെയോ എൻ്റെ ഭാര്യയോ കുത്തി നോവിക്കാൻ നീ ശ്രമിച്ച ഈ ഹരിയുടെ തനി സ്വരൂപം നീ കാണും. മനസ്സിലായല്ലോ? ഹരിയേട്ട വേണ്ട, പോവാം. എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല. പ്ലീസ്, നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. ശരി, പോവാം. എടാ വെങ്കി, ഞങ്ങൾ ഇറങ്ങാം. പോവേ, അതിന് ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളൊന്നും കഴിച്ചിട്ടുമില്ല. പിന്നെങ്ങനെ പകുതിന്ന് പോകുന്നേ? എടാ, ചെയ്യുന്നത് ശരിയല്ല എന്നറിയാം. പക്ഷേ ഇവൾക്ക് എന്തോ വയ്യായിക. അപ്പോ വീട്ടിൽ പോകുന്നതാ നല്ലതെന്ന് തോന്നി. നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. നാളെ വന്നിട്ട് ഞാൻ എല്ലാവരോടും സോറി പറഞ്ഞോളാം. ഇപ്പോ ഈ സിറ്റുവേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളാം. എന്തായാലും ഇനി കഴിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ ശരിടാ. നീ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ സംതിങ് റോങ്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നാളെ ഓഫീസിൽ വരുമ്പോ നീ കാര്യം പറഞ്ഞാൽ മതി. ശരി, ഇളയും കൂട്ടി വേഗം വീട്ടിൽ ചെല്ലാൻ നോക്ക്. ആഹാ, നിങ്ങൾ ഇത്രയും നേരത്തെ എത്തിയോ? ഞങ്ങള് കരുതി നിങ്ങൾ വരുമ്പോ ഒരുപാട് ലേറ്റ് ആവുമെന്ന്. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ പാർട്ടി? മോൾക്ക് ഇഷ്ടപ്പെട്ടോ? പാർട്ടി കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മ. പിന്നെ എനിക്ക് ചെറിയൊരു തലവേദന, അതുകൊണ്ട് പാർട്ടി മുഴുവനാക്കാൻ നിന്നില്ല, വേഗം തിരിച്ചു പോന്നു. ആണോ മോളെ? എങ്കിൽ മോള് പോയിട്ട് കുറച്ചു നേരം കിടക്ക്. അച്ഛമ്മ നല്ല ചുക്ക് കാപ്പി ഇട്ട് തരാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛമ്മ. ഇതൊന്ന് കിടന്നാ മാറിക്കോളും. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഭക്ഷണം കഴിക്കാറാവുമ്പോ ഞാൻ വരാം. ചെറിയ തലവേദന അച്ഛമ്മേ, അത് മാറിക്കോളും. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഭദ്രേ, ഐ എം സോറി. ഹരിയേട്ടൻ എന്തിനാ എൻ്റെ അടുത്ത് സോറി പറയുന്നേ? അതിന് ഹരിയേട്ടൻ എന്ത് തെറ്റാ എൻ്റെ അടുത്ത് ചെയ്തത്? എൻ്റെ ഓഫീസിൽ വെച്ചല്ലേ നിനക്ക് അപമാനം സഹിക്കേണ്ടി വന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫല്ലേ നിന്നെ കളിയാക്കിയത്. അപ്പോ അതിന് ക്ഷമ ചോദിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അതൊന്നും സാരല്ലേ ഹരിയേട്ട. അതിന് ഹരിയേട്ടൻ എൻ്റെ അടുത്ത് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഹരിയേട്ട, ആ കുട്ടി പറഞ്ഞത് സത്യാണെന്ന്
ഹരിയേട്ടന് തോന്നുന്നുണ്ടോ? എന്ത് സത്യാണോന്ന്? അത് പിന്നെ ഞാൻ ഹരിയേട്ടന് മാച്ചല്ലാന്ന് ഹരിയേട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്റെ ഭദ്രേ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്റെ വീട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ടൊന്നല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. ശരിക്കും നിന്നോട് ഇഷ്ടം തോന്നിയിട്ട് തന്നെയാ. പിന്നെ ഒരാളുടെ വാല്യൂ നമ്മൾ നോക്കുന്നത് ഒരിക്കലും ആളുടെ എഡ്യൂക്കേഷൻ വെച്ചോ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിലൂടെയോ അല്ല, ആളുടെ സ്വഭാവത്തിലൂടെയാ. അതില് എൻ്റെ വക നിനക്ക് 100 മാർക്കുണ്ട്. പിന്നെ അവള് പറഞ്ഞത് അത് നീ കാര്യാക്കണ്ട. അവൾക്ക് എന്നോട് ചെറിയൊരു പകയുണ്ട്, അതിൻ്റെയാ നിന്റെ അടുത്ത് കാണിച്ചത്. അത് ശരിയായിക്കോളും, നീ വിഷമിക്കണ്ട. പിന്നെ കഴിഞ്ഞത് കഴിഞ്ഞു, അതോർത്ത് ഇനി ചിന്തിച്ചിരിക്കാനൊന്നും പോണ്ട. അത് നമുക്ക് ശരിയാക്കി എടുക്കാം. താങ്ക് യു ഹരിയേട്ട, എന്നെ മനസ്സിലാക്കുന്നതിന്. പിന്നെ ആ കുട്ടിക്ക് ഹരിയേട്ടനോട് എന്താ ഇത്ര പക? അതെന്താന്ന് വെച്ചാ അവൾക്ക് എന്നെ ഇഷ്ടായിരുന്നു. അവളത് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ ഒരിക്കലും അവളെ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ലാന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിവാഹം കഴിച്ചല്ലോ. അപ്പോ അതിൻ്റെ ചെറിയ ചൊറിച്ചല, അത് മാറിക്കോളും. ഹരിയേട്ടൻ ഒന്ന് വിശ്രമിച്ചോ, ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. ആ, വിഷ്ണുട്ട് ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ എവിടൊക്കെ നോക്കിയെന്നറിയോ? എന്താണാവോ, നീ എന്തിനാ എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായേ? ഏയ്, വേറൊന്നിനുമല്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലേ, നമുക്ക് ഒന്ന് പുറത്തു പോയാലോ? വേണമെങ്കിൽ ഏട്ടനെ ഏട്ടത്തെയും കൂട്ടാം. ഓ, അതായിരുന്നു. അതിനിപ്പെന്താ, പോവാലോ. നീ പോയി ഹരിയോടും ഭദ്രയോടും പറയ്, ഇപ്പൊ തന്നെ ഇറങ്ങാം. വാവ്, നല്ല അടിപൊളി പ്ലേസ് അല്ലേ വിഷ്ണുട്ടാ? അല്ലെങ്കിലും നിനക്ക് ഏത് സ്ഥലം പിടിക്കാത്തത്? വീട്ടിൽ നിന്ന് ഇറങ്ങി ആ പാടത്ത് പോയി നിന്നാലും നീ ഇതേ ഡയലോഗ് അടിക്കും, വാവ് അടിപൊളി പ്ലേസ്. ഓ, നിങ്ങൾക്കൊന്നും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള കഴിവില്ല. അത് എനിക്കും ഏട്ടത്തിക്കും മാത്രം. വാ ഏട്ടത്തി, നമുക്ക് പോയി എൻജോയ് ചെയ്യാം. എന്താണ് അളിയ, സ്വന്തം ഭാര്യനെ ഇങ്ങനെ വായി നോക്കുന്നു? ഇങ്ങനെ നോക്കിയിരുന്ന അവിടെ ദഹിച്ചു പോട്ടോ. ചമ്മണ്ട, ഞാൻ തമാശക്ക് പറഞ്ഞതാ. നിങ്ങളുടെ വിവാഹം ഞങ്ങളുടെ പോലെയല്ലല്ലോ. പെട്ടെന്നായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം ഒന്ന് ശരിക്ക് പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. പക്ഷേ അളിയന്റെ ഈ നോട്ടം കണ്ടപ്പോ അതിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അളിയന്റെ മനസ്സില് എൻ്റെ പെങ്ങളോട് പ്രണയം മുട്ടിട്ട് തുടങ്ങിയെന്ന്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അളിയൻ പറഞ്ഞത് ശരിയാ. ഇപ്പോ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം ഏകദേശം കഴിഞ്ഞു അല്ലേ? ഇതിനിടയില് അവൾ എന്നെ നോക്കുന്നത് പോലെ വേറെ ആരും എന്നെ ഇന്നേ വരെ നോക്കിയിട്ടില്ല. അവളുടെ കെയറിങ്ങും അവളുടെ സാമീപ്യവും എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു ഫീല്. എന്നിട്ട് ഇത് അവളുടെ അടുത്ത് പറഞ്ഞു? പറഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പറയണം. കാരണം നല്ല കാര്യങ്ങളൊന്നും അങ്ങനെ നീട്ടിവെക്കുന്നത് ശരിയല്ല. പിന്നെ രണ്ടുപേരും പരസ്പരം പ്രണയിച്ചു തുടങ്ങിക്കഴിഞ്ഞാ അതൊരു രസ. ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ ഇണക്കങ്ങളും എല്ലാം കൂടി
അതനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാ എൻ്റെ അളിയ. ഞാൻ പറഞ്ഞത് അലീന മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ നേരം വൈകിക്കണ്ട, അവളോട് പോയി മനസ്സിലുള്ളത് പറയാൻ നോക്ക്. എന്താണ് അളിയനും തമ്മിൽ ഒരു സംസാരം? ഞങ്ങൾക്കൂടി കേൾക്കാൻ പറ്റിയതാണെങ്കിൽ ഒന്ന് പറ. അത് നിന്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഇത് ഞങ്ങള് ആണുങ്ങൾ തമ്മിലുള്ള ഒരു കാര്യം. അപ്പൊ രണ്ടുപേരും എൻജോയ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ തിരിച്ചു പോവാം. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ എൻജോയ് ചെയ്തൊക്കെ കഴിഞ്ഞു. വാ തിരിച്ചു പോവാം. ഇവൾ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഇപ്പൊ തന്നെയല്ലേ ഫുഡ് കഴിച്ച് റൂമിലേക്ക് വന്നുള്ളൂ. ചിലപ്പോ ക്ഷീണം കാണും. എന്ത് ഭംഗിയാ അവൾ ഉറങ്ങുന്നത് കാണാൻ. ഇന്നെന്റെ മനസ്സിലുള്ളത് നിന്നോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നെ. പക്ഷേ നീ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. സാരമില്ല, ഈ ജീവിതകാലം മുഴുവൻ നമ്മുടെ മുന്നിൽ അങ്ങനെ കിടക്കല്ലേ. നീ ഉറങ്ങിക്കോ. നാളെ ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് നിന്റെ അടുത്ത് എല്ലാം പറയും. അപ്പോ ഗുഡ് നൈറ്റ്. അമ്മ, ഞാൻ പോയിട്ട് വരാം. എന്റെ മോള് വിഷമിക്കണ്ട, സന്തോഷത്തോടെ പൊക്കോ. പിന്നെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കരുത്. ഇവിടത്തെ പോലെ കുസൃതി കാണിച്ച് നടക്കരുത്. ഇപ്പൊ മോള് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാര്യ. അതുകൊണ്ട് വിഷ്ണുവിന്റെ വീട്ടുകാരെ നിന്റെ വീട്ടുകാരെ പോലെ തന്നെ കാണണം. അവർക്കൊരു കുറവില്ലാതെ തന്നെ നോക്കണം. മനസ്സിലായല്ലോ? എന്റെ മോൾക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ അമ്മേനെ വിളിച്ചാ മതി. ഇവൾക്ക് എന്ത് വിഷമം ഉണ്ടാവാനമ്മ? ഇവളെ കൊണ്ട് മറ്റുള്ളവരെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാ മതി. ആട്ടാ, ഞാൻ പോകുന്ന നേരത്തെങ്കിലും എന്നെ കളിയാക്കാതിരുന്നൂടെ? ഏട്ടൻ ചുമ്മാ പറഞ്ഞതാ. എന്റെ മോള് സന്തോഷത്തോടെ പൊക്കോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അച്ഛ, അച്ഛമ്മ, ഏട്ടത്തി, എല്ലാവരോടും ഞാൻ ഇറങ്ങാം. നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. എന്നാ വൈകിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങാം. ആ, നീ ഇവിടെ നിക്കായിരുന്നോ? നീ എന്താ ആലോചിച്ചു നിക്കുന്നേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഹരിയേട്ടാ. ജാനു പോയിട്ട് ഒരു സുഖമില്ല. അപ്പോ വെറുതെ ഇങ്ങനെ നിന്നതാ. അല്ല, ഹരിയേട്ടൻ എന്താ എന്നെ അന്വേഷിച്ചത്? അത് അത് പിന്നെ എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്താ ഹരിയേട്ടാ, പറഞ്ഞോ. അത് അതെങ്ങനെയാ തുടങ്ങണ്ടേന്ന് എനിക്ക്. ആ, മോൾ ഇവിടെ നിക്കായിരുന്നു. അമ്മ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എന്താ അമ്മേ, എന്താ അന്വേഷിച്ചേ? അപ്പുറത്തെ വീട്ടിലെ ശാരദേച്ചി വന്നിട്ടുണ്ട് മോളെ കാണാൻ വേണ്ടിട്ട്. അവർക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ലല്ലോ. അപ്പോ ഇപ്പഴാ സമയം കിട്ടിയെന്നാ പറഞ്ഞത്. വാ, മോളൊന്ന് അങ്ങോട്ട് വാ. അതിനെന്താ അമ്മേ, ഞാൻ വരാലോ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഹരിയേട്ടാ, നേരത്തെ എന്തോ എന്റെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് അമ്മ വന്ന് വിളിച്ചോണ്ടാ. എന്താ പറയാനുള്ളത്? ഇപ്പൊ പറഞ്ഞു. ആ, അതെന്താന്ന് വെച്ചാ. മോളെ ഭദ്രേ, ഒന്നിങ്ങോട്ട് വന്നേ. അച്ഛമ്മ വിളിക്കുന്നുണ്ട് ഹരിയേട്ടാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ട്ടോ. എന്നെ കെട്ടിക്കാൻ എന്തായിരുന്നു ഇവർക്കൊക്കെ ധൃതി? എന്നിട്ടിപ്പോ ഒന്ന് സ്വസ്ഥമായിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ ഇവിടെ ആരെങ്കിലും എന്നൊന്ന് സമ്മതിക്കുന്നുണ്ടോ? ഓ, ഇനിയിപ്പോ നാളെ പറയാം. ആ, നീ വന്നോ? നിന്നെ MD അന്വേഷിക്കുന്നുണ്ട്. ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. 'വന്ന് കേറിയപ്പോ തന്നെ കുരിശാണോടാ?' ഏയ്,
അതായിരിക്കില്ല. മോൻ 2 മാസത്തെ വിവാഹാവധി കഴിഞ്ഞ് ഇന്ന് ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചീത്ത പറയാനാവില്ല. വേറെന്തെങ്കിലും വകുപ്പായിരിക്കും. എന്തായാലും നീ പോയിട്ട് വാ. സാറിനെ വിളിപ്പിച്ചെന്ന് പറഞ്ഞു. എന്താ സാർ കാര്യം? ഹരി, ഇരിക്ക്, പറയാം. എന്തായാലും തനിക്ക് ഗുണമുള്ള കാര്യം തന്നെയാ. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് തന്റെ വിവാഹ ജീവിതം? അതെല്ലാം നന്നായി പോകുന്നുണ്ട് സാർ. സാർ, വിഷയം എന്താന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അത് വേറൊന്നുമില്ല ഹരി. താൻ വിവാഹത്തിന് ലീവ് എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്തിരുന്നില്ലേ? അത് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് താൻ ഒരു 6 മന്ത്സ് ന്യൂയോർക്കിൽ പോണ്ടി വരും. അത് പറയാനാ വിളിപ്പിച്ചത്. ഹരി, താൻ ഇവിടെ ഇല്ലേ? താനെന്താ ഇങ്ങനെ അന്താളിച്ചിരിക്കുന്നത്? ഈ പ്രോജക്റ്റിന് വേണ്ടി താൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മുടെ ഓഫീസിലെ എല്ലാവർക്കും അറിയാം. താൻ ഭയങ്കര എനർജറ്റിക് ആയിരുന്നില്ലേ ഈ ഒരു പ്രോജക്റ്റ് അപ്രൂവ് ആവാനും ന്യൂയോർക്കിലേക്ക് പോവാനും? എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് പിന്നെ സാർ, ഇത്ര പെട്ടെന്ന്, അതും 6 മാസം. ഇതൊക്കെ തനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ. പ്രോജക്റ്റ് അപ്രൂവ് ആയി കഴിഞ്ഞ 6 മാസത്തേക്ക് ന്യൂയോർക്കിലേക്ക് പോണെന്നും അത് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ശരിയാക്കി വെച്ചിരുന്നതല്ലേ. എന്നിട്ടിപ്പോ എന്തു പറ്റി? വിവാഹം കഴിഞ്ഞതുകൊണ്ടാണോ? അറിയാം സാർ, പക്ഷെ ഞാൻ ഇത്ര പെട്ടെന്ന് ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അതും കൂടി ആലോചിച്ചത് കൊണ്ടാ. ഇറ്റ്സ് ഓക്കെ സാർ. ഞാൻ പോവാൻ റെഡിയാ. എന്നാ പോണ്ടത്? വെരി ഗുഡ്. അത് പറയാൻ വേണ്ടിട്ടാ തന്നോട് വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇന്ന് നൈറ്റ് പുറപ്പെടണം. ടിക്കറ്റ് എല്ലാം റെഡിയാ. താൻ വീട്ടിൽ പോയി ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് വന്നാൽ മതി. അത് പറയാൻ വേണ്ടി തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ എന്തോ ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറഞ്ഞിരുന്നത്. എങ്കിൽ താൻ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണ്ട, വീട്ടിൽ പോയിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്തോളൂ. ഇത്ര പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞു? നീ ഇതെങ്ങോട്ടാ പോകുന്നേ? എടാ, അത് പിന്നെ നമ്മൾ അന്ന് പ്രോജക്റ്റ് പ്രസന്റ് ചെയ്തില്ലേ, അത് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോ ന്യൂയോർക്കിലേക്ക് ഇന്ന് നൈറ്റ് തന്നെ പോണെന്ന് സാറ് പറഞ്ഞു. ഏ, ഇന്ന് നൈറ്റോ? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 2 മാസല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നിനക്ക് പറയായിരുന്നില്ലേ പറ്റില്ലാന്ന്? അതെങ്ങനെയാടാ പറയാ? നമ്മളതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. അപ്പോ അത് അപ്രൂവായി ന്യൂയോർക്കിൽ പോകേണ്ട അവസ്ഥ വരുമ്പോ എങ്ങനെ പറ്റില്ലാന്ന് പറയാ? 6 മാസത്തെ കാര്യല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എങ്കിൽ ഞാൻ നിന്ന് സമയം കളയുന്നില്ല, ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യണം. അപ്പൊ ശരിടാ, നൈറ്റ് കാണാം. ഹരിയേട്ടനെന്താ ഈ നേരത്ത്? അല്ല, ജോലിക്ക് പോയിട്ട് എന്താ പെട്ടെന്ന് തിരിച്ചു പോന്നേ? അത് വിവാഹത്തിന് മുന്നേ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. അത് അപ്രൂവായി. അപ്പൊ അതിന്റെ ബേസിൽ ന്യൂയോർക്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് നൈറ്റ് തന്നെ തിരിക്കണം എന്നാ ഓഫീസിൽ നിന്നുള്ള ഓർഡർ. അപ്പോ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ നേരത്തെ പോകുന്നത്. നീയൊരു ഹെൽപ്പ് ചെയ്യൂ, എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ സഹായിക്കൂ. ഇന്ന് നൈറ്റോ? പോയാ എപ്പോഴാ തിരിച്ചു വരാ? അതെ, ഇന്ന് നൈറ്റ് പോയാ 6 മാസം കഴിയും തിരിച്ചു വരാൻ. താൻ വിഷമിക്കണ്ട, ഇവിടെ അച്ഛനമ്മയും അച്ഛമ്മയ്ക്കും ഉണ്ടല്ലോ. പിന്നെ 6 മാസല്ലേ, അത് പെട്ടെന്ന് അങ്ങ് പോവും. ഞാൻ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വരാം. ഭദ്രേ, 6 മാസത്തേക്കാണ് പോണതെങ്കിലും ചിലപ്പോ
അവിടുത്തെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് ചിലപ്പോൾ നീണ്ടുപോവാം. 7-8 മാസമൊക്കെ അവിടെ നിൽക്കേണ്ട അവസ്ഥ വരും. താൻ വിഷമിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ടൈമൊക്കെ ആവും ഞാൻ തിരിച്ചു വരുമ്പോൾ. അന്ന് തനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരിക്കും. അതെന്താ ഹരിയേട്ടാ? അതെന്താന്ന് എനിക്കിപ്പോൾ പറയണമെന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കിന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആ നിമിഷം എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ട്. സോ എനിക്ക് വേണ്ടി നീ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറയാം. അതുവരെ എൻ്റെ ഭദ്ര എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? ആ ഹരിയേട്ടാ, കാത്തിരിക്കും. എത്ര ദിവസങ്ങളായാലും ഈ ഭദ്ര ഈ ഹരിയേട്ടന് വേണ്ടി കാത്തിരുന്നോളാം. സൂക്ഷിച്ചു പോയിട്ട് വാ മോനെ. ശ്രദ്ധിച്ചു പോണേടാ മോനെ. ഭക്ഷണമൊക്കെ നേരാനേരത്തിന് കഴിക്കണം. അധിക നേരം വർക്കൊന്നും ചെയ്യരുത്. നിന്റെ ശരീരം നീ നോക്കിക്കോളൂ. ശരി അമ്മ, ഞാൻ ശ്രദ്ധിച്ചോളാം. അച്ഛമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ഭദ്രേ, ഞാൻ ഇറങ്ങാം. എത്തിയിട്ട് വിളിക്കാം. അമ്മ എന്തിനാ വിളിച്ചത്? ഭദ്രമോൾ എന്തേ? രാവിലെ തൊട്ട് കാണാനില്ലല്ലോ. അവൾ അമ്പലത്തിൽ പോയിരിക്കാം അമ്മ. അമ്മ മറന്നോ? ഇന്നല്ലേ ഹരി തിരിച്ചു വരുന്നേ. ഇന്നിവിടെ ഒരാളുടെ മുഖത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഒന്ന് പോടി. എത്ര ദിവസത്തിന് ശേഷാണെന്നറിയോ ഞാൻ ഹരിയേട്ടനെ കാണാൻ പോകുന്നത്. അതിന്റെ സന്തോഷം എനിക്കില്ലാതിരിക്കൂ. അങ്ങനെ നിന്റെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവല്ലേ. ഇനി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എന്റെ ഏട്ടനും ഏട്ടത്തിയും വീണ്ടും ഒന്നിക്കാൻ പോവല്ലേ. അയ്യോ, എന്റെ കുട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അമ്മയ്ക്ക് എന്താ, അവനൊരു ക്ഷീണവും ഇല്ല. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോനെ? യാത്രയൊക്കെ നന്നായിരുന്നു വെച്ചാ. നല്ല ക്ഷീണം. ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ആ, ക്ഷീണം കാണും. ചെല്ല് ചെല്ല്. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പോഴാ വന്നത്? അളിയൻ വന്നിട്ടില്ലേ? ഞാനിന്ന് രാവിലെ എത്തി. വിഷ്ണുട്ടൻ വന്നിട്ടില്ല. വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത്. ശരി, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ആ, ഹരിയേട്ടാ. ഭദ്രേ. അയ്യേ, താൻ എന്തിനിങ്ങനെ കരയുന്നേ? ദേ 9 മാസം കഴിഞ്ഞ് ഞാൻ ദേ തിരിച്ചു വന്നില്ലേ. സന്തോഷം കൊണ്ട് ഹരിയേട്ടാ. ഇത്രയും നാൾ കാണാണ്ട് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് സന്തോഷം കൊണ്ട്. എങ്കിൽ കരയണ്ട, ഞാൻ ദേ തിരിച്ചു വന്നില്ലേ. സന്തോഷം വന്നാ ഇങ്ങനെ കരയുന്നെങ്കിൽ ഇപ്പോ വേറൊരു സന്തോഷം കൂടി ഞാൻ തന്നാലോ? വേറെ സന്തോഷം? അതെന്താ? അതെ, വേറൊരു സന്തോഷം. ഞാൻ പോകുന്നെന്ന് തൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? തൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അതാണ് അടുത്ത സന്തോഷം. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ
എങ്ങനെയാ പറയാ, എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാ. എന്തായാലും പറഞ്ഞു ഹരിയേട്ടാ, ഞാൻ കേൾക്കാണ്ടേ റെഡി ആയിട്ട് നിക്ക. വെങ്കി എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും. അതെന്താന്ന് വെച്ചാ, എനിക്കെന്താ പെൺകുട്ടികളെ കാണുമ്പോൾ ഫീലിങ്സ് ഒന്നും ഇല്ലാത്തെ, ഞാനെന്താ പെൺകുട്ടികളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാത്തെ എന്നൊക്കെ പറഞ്ഞ് അവനെപ്പോഴും കളിയാക്കും. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ. അന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എനിക്കെന്ന് തോന്നുന്ന ഒരാൾ വരും, ആളോട് മാത്രമേ ഞാൻ എൻ്റെ ഫീലിങ്സ് പ്രകടിപ്പിക്കൂ എന്ന്. ആൻഡ് ഇപ്പോ അതിനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നു. അത് ഭദ്രേ, എനിക്ക് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് തന്നോട് പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ പറയാൻ പറ്റിയ സന്ദർഭമായിപ്പോ എനിക്കിവിടെ നിന്നും പോവേണ്ടിയും വന്നു. അതാ ഞാൻ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ടല്ലേ. എനിക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാ. സ്ട്രെയിറ്റ് ആയിട്ട് പറയാം ഭദ്രേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഇനി ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ ജീവനാ നീ. എൻ്റെ മരണം വരെ, എൻ്റെ അവസാന ശ്വാസം വരെ നീ എന്നും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. നീ ഉണ്ടാവില്ലേ? ഉണ്ടാവും ഹരിയേട്ടാ, എന്റെ അവസാന ശ്വാസം വരെ ഞാൻ എന്റെ ഹരിയേട്ടന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. എനിക്ക് എന്റെ ഹരിയേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. I love you so much ഹരിയേട്ട. I love you. ഭദ്ര, ഐ ലവ് യു സോ മച്ച്. ഒരു മിനിറ്റ്, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അയ്യോ ഷേ, അത് വിക്കിയുടെ ബാഗിലായി. ഒരു മിനിറ്റ്, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പോയി മേടിച്ചിട്ട് വരാം. അത് കുഴപ്പമില്ല ഹരിയേട്ടാ, അതിന് ഇപ്പൊ തന്നെ പോണോ? നാളെ രാവിലെ പോയാ പോരെ? പോണം, അതെനിക്ക് അത്ര സ്പെഷ്യലാ. ഞാൻ ഒരുപാട് നടന്നിട്ട് മേടിച്ചതാ ആ റിങ് നിനക്ക് വേണ്ടി. ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് നിന്റെ വിരല് അത് അണിയിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അതിനി ഒട്ടും വൈകാൻ പാടില്ല. അധികം ദൂരമില്ലല്ലോ അവന്റെ വീട്ടിലേക്ക്. ഞാൻ വേഗം പോയിട്ട് വേഗം വരാം. നീ അപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ വന്നിരിക്കും. ഞാൻ കഴിക്കില്ല, ഹരിയേട്ടൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഹരിയേട്ടൻ വേഗം പോയിട്ട് വാ. ശരി, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്നിട്ട് നമുക്ക് വേറൊരുപാട് കലാപരിപാടികൾ നടത്തേണ്ടതാണ്. എങ്കിൽ ഞാൻ വേഗം പോയിട്ട് വരാം. ലവ് യു ഉമ്മ.
മോളെ, 2 ദിവസമായില്ലേ നീ ഈ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഒന്നും കഴിക്കുന്നില്ല. ചെല്ലേ, അച്ഛനൊക്കെ വീട്ടിൽ പോകുന്നുണ്ട്. നീ അച്ഛൻ്റെ കൂടെ പോയി ഒന്ന് ഫ്രഷായി വല്ലതും കഴിച്ചിട്ട് വാ. എനിക്കൊന്നും വേണ്ട അമ്മ. ഞാൻ പോയ ഇവിടെ ഹരിയേട്ടൻ ഒറ്റയ്ക്കാവില്ലേ? ഞാനുണ്ടല്ലോ അവന്റെ കൂടെ. ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ചെല്ല്, എന്തേലും കഴിക്ക്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ അവന്റെ ആരോഗ്യം ശരിയായി വരുമ്പോഴേക്കും നീ കെടുപ്പിലാവും. പറയുന്നത് കേക്കും മോളെ. അച്ഛൻ്റെ ഒപ്പം ചെല്ല്. അമ്മ ഉണ്ട് ഇവിടെ. അമ്മ നോക്കിക്കോളാം ഹരീനെ. നീ എന്തേലൊക്കെ കഴിച്ച് വൈകിട്ടാകുമ്പോഴേക്കും വന്നാ മതി. ശരി അമ്മ, ഞാൻ വേഗം പോയിട്ട് വേഗം വരാം. മോൻ റെസ്റ്റ് എടുക്ക. സ്കാൻ റിപ്പോർട്ട് വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞിട്ട് നേഴ്സ് കുറച്ചു മുമ്പ് വന്ന് പറഞ്ഞിരുന്നു. അമ്മ പോയി വാങ്ങിയിട്ട് വരാം. ശരി അമ്മ, അമ്മ പോയിട്ട് വാ. ആരാ? അതെന്താ ഹരി അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ഞാൻ ഹരിയുടെ ഭാര്യയല്ലേ? ഭ- ഭാര്യയോ? അതിന് അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അത് അത് പിന്നെ ഹരി, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഹരിക്ക് ഈ ആക്സിഡന്റ് പറ്റിയപ്പോ ഹരി അതൊക്കെ മറന്നുപോയി. ഡോക്ടർമാര് പറഞ്ഞു ഹരിനെ ഇതൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഹരിയിൽ നിന്ന് അകന്നിരിക്കാൻ. അതുകൊണ്ടാ ഞാൻ. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോ താൻ പറഞ്ഞ പോലെ ആക്സിഡന്റില് ഞാൻ ചിലപ്പോ മറന്നുപോയതായിരിക്കാം. സോറി, എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. മോനെ, എന്താ എന്താ പറ്റിയേ? അമ്മ, നിങ്ങളൊക്കെ എന്തിനാ എന്റെ അടുത്ത് കള്ളം പറഞ്ഞത്? കള്ളോ? എന്ത് കള്ളം? എനിക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള കള്ളം, എന്റെ വിവാഹം കഴിഞ്ഞെന്നുള്ള കള്ളം. എന്തിനാ? എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ ഇതൊക്കെ ഞാൻ മറന്നുപോയേ അല്ല അമ്മ. അതുകൊണ്ടല്ലേ നിങ്ങള് അതൊക്കെ മറച്ചു വെച്ചത്. ഇത് ഇതിപ്പോ ആരാ നിന്റെ അടുത്ത് പറഞ്ഞത്? അപ്പോ എല്ലാം സത്യാണല്ലേ? എന്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞത് എന്റെ ഭാര്യ തന്നെയാ. ദേ നോക്ക്. ഇതോ? നിന്റെ ഈശ്വര. എന്തു പറ്റി? മോനെന്തേലും പ്രശ്നമുണ്ടോ? നീ എന്തിനാ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? മോനൊരു പ്രശ്നമില്ല, പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ. അമ്മ എന്തേ പറഞ്ഞത്? അമ്മ പറഞ്ഞത് സത്യാണോ? ഞാനെന്തേ കേൾക്കുന്നേ? മോള് വിഷമിക്കണ്ട. അമ്മ പറഞ്ഞതൊക്കെ സത്യ. നമുക്ക് നമുക്കതിനെന്തെങ്കിലും വഴി കാണാം. ഇപ്പോ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വാ, ഡോക്ടർ ഒന്ന് കാണാം. വരൂ, ഇരിക്കൂ. ഡോക്ടർ, അവനെന്തേലും പ്രശ്നം ഉണ്ടാവോ? ഇതിന് ഒരു സൊല്യൂഷൻ ഇല്ലേ? അത് പറയാൻ വേണ്ടിയാ നിങ്ങളെ വിളിപ്പിച്ചത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാ ഹരിയുടെ കണ്ടീഷനെ കുറിച്ച്. ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ 2 വർഷത്തെ കാര്യങ്ങൾ ഹരി മറന്നു കഴിഞ്ഞു. അങ്ങനൊരു 2 വർഷം ഹരിയുടെ ജീവിതത്തിൽ ഉണ്ടായതായി പോലും ഹരിക്ക് ഓർമ്മയില്ല. അത് ഹരി റിട്രീവ് ചെയ്തെടുക്കാൻ ശ്രമിക്കും തോറും ഹരിയുടെ മെന്റൽ ഹെൽത്തിനെ അത് സാരമായി ബാധിക്കും.
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഏതോ ഒരു പെൺകുട്ടി വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചതില് ഹരി വിശ്വസിച്ചിരിക്കുന്നത് ഹരിയുടെ ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുന്നേ ഹരിയുടെ വിവാഹം കഴിഞ്ഞെന്നും ഹരിയുടെ ഭാര്യയാണ് അതെന്നുമാണ്. അതെല്ലാം ശരിയാ, പക്ഷേ ഹരിയുടെ യഥാർത്ഥ ഭാര്യ ഇവളല്ലേ? അത് നമുക്കല്ലേ അറിയൂ, ഹരിക്ക് അറിയില്ലല്ലോ. ഇപ്പോ ആ കുട്ടി പറഞ്ഞത് ഹരിയുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഹരിയുടെ വിവാഹം കഴിഞ്ഞെന്നും ഹരിയുടെ ഭാര്യ ആ കുട്ടിയാണെന്ന് ഹരി ഇപ്പൊ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോ ഹരിയോട് ചെന്ന് ഹരിയുടെ ഭാര്യ അതല്ല, ഹരിയുടെ ഭാര്യ ഭദ്രയാണെന്ന് പറയാൻ ശ്രമിച്ച അത് ഹരിക്ക് താങ്ങാൻ പറ്റില്ല. ബിക്കോസ് ഹീസ് നോട്ട് ready to accept the truth or reality. സത്യമേതാ നുണയേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഹരി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സത്യം എന്താന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കും തോറും ഹരിയുടെ മെന്റൽ ഹെൽത്ത് വളരെ അധികം സാരമായിട്ട് ബാധിക്കും. മേ ബി അത് പിന്നീട് വലിയൊരു ഇഷ്യൂയിലേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടർ എന്തേ പറഞ്ഞു വരുന്നേ? ഹരിയുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു. ഹരി ഇപ്പൊ ഓക്കെ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. പക്ഷേ ഹരിയുടെ ഒപ്പം ആ കുട്ടിയെ കൂടി നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, ഹരിയുടെ ഭാര്യയായിട്ട്. കാരണം ഹരിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ആ കുട്ടിയാണ് ഭാര്യ. അത് നമ്മളിപ്പോ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്രേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ എന്തൊക്കെ പറയുന്നേ? ഹരിയേട്ടന്റെ ഭാര്യ ഞാനല്ലേ? തന്റെ വിഷമം എനിക്ക് മനസ്സിലാവാണ്ടല്ല, പക്ഷേ നമ്മുടെ കയ്യില് ഇപ്പൊ വേറൊരു വഴിയില്ല. പേഷ്യന്റ് റിക്കവറായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് ഒരിക്കലും ഹരിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹരി റിക്കവർ ആവും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹരിക്ക് ഭദ്രയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി നിങ്ങളെല്ലാം കോർപ്പറേറ്റ് ചെയ്തേ പറ്റൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ ഡോക്ടർ, ഡോക്ടർ പറയുന്നത് പോലെയൊക്കെ ഞങ്ങൾ അനുസരിച്ചോളാം. എനിക്കെന്റെ ഹരിയേട്ടനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. കൃഷ്ണേട്ടാ, എല്ലാവരെയും വിളിച്ച് കാര്യം ധരിപ്പിച്ചിട്ടില്ലേ? ഞാൻ എല്ലാവരെയും വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, വാ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ അമ്മേ. അച്ഛമ്മയുടെ ഹരിക്കൂട്ട, എങ്ങനെയുണ്ട് നിനക്കിപ്പോ? സുഖല്ലേ നീ? ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനിപ്പോ ഓക്കെയാണ്. അളിയൻ പോയി റെസ്റ്റ് എടുക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാ. അളിയനോ? എനിക്ക് മനസ്സിലായില്ല. ഈ കുട്ടിയും ഇയാളും, ഇവർ രണ്ടുപേരും ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഇവരെന്താ ഇവിടെ? അത് അത് മോനെ, നമ്മുടെ ജാനുവിന്റെ ഹസ്ബൻഡായത് വിഷ്ണു. വിഷ്ണുവിന്റെ പെങ്ങളായത് ഭദ്ര. എന്താ ഹരി, നമ്മുടെ വിവാഹം ഇവരുടെ വിവാഹം ഒരുമിച്ചല്ല നടന്നത്? നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഐ എം സോറി സാന്ദ്ര, എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുള്ളത് കൊണ്ട് ഒന്നിനൊരു വ്യക്തത കിട്ടുന്നില്ല, അതുകൊണ്ടാ. മോനധികം സ്ട്രെയിൻ ചെയ്യണ്ട, റൂമിലേക്ക് പൊക്കോ. മോളെ ഭദ്രെ, ആ റൂം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കോ. അവൻ റെസ്റ്റ് എടുക്കട്ടെ. നല്ല വിഷമമുണ്ടല്ലേ നിനക്ക്? ഞാൻ സ്നേഹിച്ചതൊന്നും ഞാൻ നേടിയെടുക്കാതിരുന്നിട്ടില്ല. അന്ന് എന്നെ തഴഞ്ഞ് നിന്നെ വിവാഹം കഴിച്ചപ്പോഴും, അത് ആഘോഷിക്കാൻ വേണ്ടി ഓഫീസിൽ പാർട്ടി നടത്തിയപ്പോഴും, നിനക്ക് വേണ്ടി എന്നോട് വാദിച്ചപ്പോഴും ഒക്കെ ഞാൻ ഊങ്ങിവെച്ചതാ ഇതെല്ലാം.
ഞാൻ അപ്പോഴൊക്കെ വേദനിച്ചതിൻ്റെ ഇരട്ടി നിന്നെ നിന്നെ കൊണ്ട് വേദന എടുപ്പിക്കും ഞാൻ. ഞങ്ങൾ എന്ത് തെറ്റാണ് തന്നോട് ചെയ്തത്? ഹരിയേട്ടന് തന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞതാണോ ഇത്ര വലിയ തെറ്റ്? അതിന് താൻ ഈ അവസരം മുതലെടുത്തത് ഒട്ടും ശരിയായില്ല. ദൈവം എല്ലാവർക്കും ഒരവസരം തരും. അത് നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ ദൈവത്തിന് വിഷമാവില്ലേ? അതുകൊണ്ടാ കിട്ടിയ ചാൻസ് ഞാൻ മുതലാക്കിയത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല ദൈവം അവസരം തരുന്നത്. അതാദ്യം മനസ്സിലാക്കിക്കോ. ഈ ചെയ്ത തെറ്റിന് ദൈവം എന്തായാലും ചോദിക്കും. മുറി വൃത്തിയാക്കി കഴിഞ്ഞു. ആ, കഴിഞ്ഞു. ഹരിയേട്ടൻ കിടന്നോ? കുറച്ചു നേരം വിശ്രമിച്ചോ? താൻ എന്താ എന്നെ വിളിച്ചേ? അത് ഹരിയേട്ടൻ എന്റെ നാത്തൂന്റെ ഏട്ടനല്ലേ, അപ്പോ എനിക്കും ഏട്ടന്ന് വിളിക്കാലോ. താൻ എന്തിനാ അതിന് പേടിക്കുന്നേ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. തനിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. നീ പൊക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. സാന്ദ്ര, നീയും പൊക്കോ പുറത്തേക്ക്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഹരി, ഞാൻ നിന്റെ ഭാര്യ. ഞാൻ എന്തിനാ പുറത്തു പോകുന്നേ? അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ മൈൻഡ് ഒന്ന് ശരിയാവുന്നത് വരെ എന്നെ ഒന്ന് തനിയെ വിടണം. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. പ്ലീസ്, താനൊന്ന് പുറത്തേക്ക് പോ. ഏട്ടത്തി, ഇങ്ങനെ കരയാതെ. എല്ലാം ശരിയാവും. നമുക്ക് ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. നിനക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. കുറച്ച് ദിവസം അവിടെ നിൽക്കാം. ഇതൊക്കെ ഒന്ന് ശരിയാവുന്നത് വരെ. ഞാൻ എന്റെ അരിയേട്ടനെ വിട്ട് എങ്ങോട്ടും വരില്ല. ഞാൻ ഇവിടെ നിന്നോളാം. അരിയേട്ടൻ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല. ദിവസവും എനിക്ക് കാണാൻ പറ്റുമല്ലോ, അത് മതി. വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന എന്റെ ദേവി എന്റെ വിളി കേൾക്കാതിരിക്കില്ല. വാ മക്കളെ, അത്താഴം കഴിക്കാനിരിക്കെ. ഞാൻ വിളമ്പിത്തരാം. നിങ്ങളെല്ലാവരും ഇരുന്നു. മോളോടെ ഇരിക്കെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അയ്യേ, ഇതെന്താ കഞ്ഞിയും ചമ്മന്തിയൊക്കെ? ഞാനിതൊന്നും കഴിക്കില്ല. ഇവിടെ അത്താഴത്തിന് സ്ഥിരം ഇത് തന്നെയാ. ഹരിയേട്ടൻ രാത്രി കഞ്ഞിയും ചമ്മന്തിയാ കഴിക്കാറ്. അത്താഴത്തിന് കഞ്ഞിയും ചമ്മന്തി തന്നെയാ ഞാൻ കഴിക്കാറ്. അല്ല, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നിനക്ക് ഇതൊന്നും അറിയില്ലേ? അ- അതെനിക്കറിയാം ഹരി. അത് പെട്ടെന്ന് ഹരി ആക്സിഡന്റ് ഒക്കെ പറ്റി വന്നതുകൊണ്ട് എന്റെ മൈൻഡ് ആകെ മാറിയിരിക്കായിരുന്നു. അതുകൊണ്ട് പറ്റിപ്പോയതാ. അമ്മ, പിന്നെ ഗസ്റ്റ് റൂം ഒന്ന് റെഡിയാക്കിക്കോളോ. ഇനി കുറച്ച് ദിവസത്തേക്ക് സാന്ദ്ര ആ റൂമിലായിരിക്കും. അതെന്താ ഹരി ഗസ്റ്റ് റൂമില്? ഞാൻ എന്റെ ഭാര്യയല്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ കിടക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ സാന്ദ്ര, ആക്സിഡന്റ് പറ്റിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ മൈൻഡ് ഒന്നും ശരിയല്ല. എന്തൊക്കെയോ അറിയില്ല. അതുകൊണ്ടാ എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റ് ആവുന്നത് വരെ താൻ ഗസ്റ്റ് റൂമിൽ എടുക്ക്. ജാനു, ആ ഗസ്റ്റ് റൂം ഒന്ന് റെഡിയാക്കിക്കോളൂ. മോൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തോളാം. കഴിച്ചു കഴിഞ്ഞ് മുമ്പ് റെസ്റ്റ് എടുക്ക്. താൻ രാവിലെ തന്നെ ചെടിയൊക്കെ നനയ്ക്കാണോ? അത് പിന്നെ അടുക്കളയിലെ പണി വേഗം കഴിഞ്ഞു. അപ്പോ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെടി നനയ്ക്കുന്നതാ. അതിനെന്താ, നല്ല കാര്യല്ലേ. താൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയല്ലേ? പോയിരുന്നു. ഹരിയേട്ടൻ എങ്ങനെ? ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ ജനലിൽ കൂടി കണ്ടു താൻ അമ്പലത്തിൽ പോകുന്നത്.
അതുകൊണ്ട് ചോദിച്ചതാ. താനപ്പോ ഡെയിലി നേരത്തെ എണീക്കും അല്ലേ? ആ, എഴുന്നേൽക്കും. ഹരിയേട്ടൻ എണീറ്റതല്ലേ ഉള്ളൂ. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. പിന്നെ ഭദ്രേ, അത് നമ്മള് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതെന്താ ഹരിയേട്ട അങ്ങനൊരു ചോദ്യം? തന്നെ ഇന്നലെ കണ്ടത് മുതല് എവിടെയോ എന്തോ ഒരു പരിചയം പോലെ. അതാ ചോദിച്ചത്. ചിലപ്പോ എന്റെ തോന്നലായിരിക്കാം. താൻ എന്തായാലും ചെല്ല്. എന്തു പറ്റി മോളെ? മുഖത്ത് പതിവില്ലാതെ ഒരു സന്തോഷം. അതമ്മ കുറച്ചു മുൻപ് ഹരിയേട്ടൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എന്നെ എവിടെയോ കണ്ട പരിചയമുണ്ടെന്ന്. എനിക്കതൊക്കെ കേട്ടപ്പോ അറിയില്ല, ഒരുപാട് സന്തോഷം തോന്നി. ചിലപ്പോ ഡോക്ടർ പറഞ്ഞതുപോലെ ഹരിയേട്ടന് എന്തെങ്കിലും എന്നെ ഓർമ്മ വരുമായിരിക്കും. അല്ല അമ്മ? ആ ഏട്ടത്തി വിഷമിക്കാതിരിക്കും. ഏട്ടത്തെ ഒരിക്കലും ദൈവങ്ങളെ കൈവിടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഏട്ടനെ എല്ലാം ഓർമ്മ വരും. ഓഹോ, അപ്പൊ അങ്ങനെയാണ്. ഹരിക്ക് ഈ ജന്മത്തിൽ ഓർമ്മ തിരിച്ചു വരാൻ ഈ സാന്ദ്ര ജീവനുള്ളിടത്തോളം സമ്മതിക്കില്ല. ഇനി സാന്ദ്ര എന്തൊക്കെ കാണിക്കാൻ പോകുന്നുണ്ടെന്ന് ഈ വീട്ടുകാരെ കാണാൻ പോകുന്നേ ഉള്ളൂ.